ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാബു വന്നിട്ട് മാഷിങ്ങനെ നെഞ്ചത്തൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കണോ അയാൾ ഈ സ്റ്റേഷനിൽ ഇരുന്നെങ്ങാനും കാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണിയാവും എന്ന് പറയുകയാണേ. അങ്ങനെ വിശ്വത്തിൻ്റെ അടുത്ത് വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ വിശ്വം വേഗം വെള്ളം എടുത്തിട്ട് മാഷക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കൊരു ഫോൺ വരികയാണ്. അപ്പോൾ സാബു പറയുന്നുണ്ട്, ആരെങ്കിലും വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു, അതാണ് ഞാൻ നേരത്തെ ഇവന്മാർക്കുള്ളത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ദർശൻ വക്കീലാണ് വിളിക്കുന്നത്. ഹലോ, ഞാൻ ദർശനാണ് വക്കീൽ എന്ന് പറയും കേട്ടോ. മനസ്സിലായി സാറേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ആ വിക്രമിൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും അറസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുക. അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വിക്രമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു വരുത്തിയതാണെന്ന് പറയും കേട്ടോ. ജാമ്യം എടുക്കാൻ വരണോ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാൻ അവരിപ്പോൾ വിട്ടയക്കാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും എന്നിട്ട് സാബു വന്നിട്ട് പറയാം, അതെ തൻ്റെ മോൻ ഒളിവിലാണെങ്കിൽ എന്താ, മരുമോളുടെ കാമുകനുണ്ടല്ലോ, പണ്ടത്തെ കാമുകൻ ദർശൻ വക്കീൽ, അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇറക്കാനായിട്ടേ, ജാമ്യത്തിൽ ഇറക്കാൻ വരണമെന്ന്. അതായത് നിങ്ങളുടെ മകൻ കൊലപാതകം ചെയ്ത് ഒളിവിലാണെന്നുണ്ടെങ്കിലും മരുമകൾക്ക് കൂട്ടിനാളുണ്ടെന്ന്. ഇത് കേട്ടിട്ട് മാഷക്ക് ദേഷ്യം വന്നിട്ട് കൈയൊക്കെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സാബുവിനെ നോക്കുകയാണേ. മുഷ്ടി അധികം ചുരുട്ടൊന്നും വേണ്ട, അതിനുള്ള പ്രായമല്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം വാസവനെ വിളിച്ചിട്ട് സാബു പറയുന്നുണ്ട്, അതേ വിക്രമിൻ്റെ അച്ഛനെയും സഹോദരങ്ങളൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടും ഒന്നും അറിഞ്ഞില്ല സാറേ എന്ന് പറഞ്ഞിട്ട്. ഇത് പറയാനാണോ താൻ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണേ. അല്ല സാറേ, ഞാൻ അവരെ പരമാവധി അടിച്ച് ചോദ്യം ചെയ്തു, പക്ഷേ ഒരു രക്ഷയില്ല, അവർക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ. അയാളുടെ മുന്നിലിട്ടിട്ടില്ലേ ഞാൻ അവരെ തല്ലിച്ചതച്ചത്, പക്ഷേ ഒരു അക്ഷരം പോലും അവർ പറഞ്ഞില്ല. അപ്പോൾ സാറിനെ സഹായിക്കണമെന്ന് ശ്രീകാന്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് വെച്ചിട്ട് പോടോ, ഇത് പറയാനാണ് താൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് വാസവൻ വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശ്രീനിവാസൻ ആകെ ദേഷ്യത്തിലാണ്. സുധേ, നീ ആ ഫോൺ എടുക്ക്, എന്തിനാ ഇപ്പോൾ ഫോൺ എന്തിനാണ് പറഞ്ഞാൽ മാത്രമേ നീ ഫോൺ എടുക്കുള്ളൂ, എടുക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് സാബുവിനെ വിളിച്ച് നോക്കുകയാണ്, പക്ഷേ സാബുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ആ വണ്ടി ഇറക്കാൻ പറയും രാജ, ജോസഫേ നിങ്ങളും കൂടെ വായെന്ന് പറയാം. അപ്പോൾ എനിക്ക് സുധ ഓടി വന്നിട്ട്, എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്, ഇതെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, വിക്രമില്ലെന്ന് കരുതിയിട്ട് വിക്രമിൻ്റെ കുടുംബത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് കാണണ്ടേ സാബുവിനെ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ അത് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേണം, അല്ലാതെ പിന്നെ. അപ്പോൾ സുധ പറയുകയാണ്, വേണ്ട ശ്രീനേട്ട, ഈ സമയത്ത് അതൊന്നും ശരിയാവില്ല, ഈ സമയത്ത് നമ്മളതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും, പിന്നെ വിക്രമിൻ്റെ കുടുംബത്തിനെ ആക്രമിക്കുന്നത് നോക്കി നിൽക്കണോ, അതാണോ പറയുന്നത്? അങ്ങനെയല്ല എന്ന് പറയട്ടെ. ആ പുളിക്കനെ കിട്ടാത്തതാണ് ആകെയുള്ള വിഷമം. നമുക്കൊരു കാര്യം ചെയ്യാം, പുളിക്കനെ വാസവൻ്റെ തടവിലാണെന്ന് അങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പിന്നെ പുളിക്കനെ കണ്ടെത്തിയാൽ നമ്മുടെ പകുതി പ്രശ്നം തീരൂലേ. അപ്പോൾ ശ്രീനി പറയും, അതൊരു നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞ, എന്നാൽ പിന്നെ വിക്രമിനെ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കൊടുത്താലോ എന്ന് പറയണ്ട. അത് ശരിയാവില്ല, വിക്രമിനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാസവൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ വാസവൻ പിന്നെ വിക്രമിനെ പുറം ലോകം കാണിക്കില്ല. ഇതല്ലാതെ നമ്മൾ ഒരു പുളിക്കന് വേണ്ടിയിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വാസവൻ ഇത്തിരി പേടിക്കും, പാനിക്കാവും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരും. നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നമ്മൾ ശ്രമം നടത്തുന്നു നാട്ടുകാർക്കൊരു ബോധ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ദീപ്തിയും വേദയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്മ അവർക്ക് രണ്ടുപേർക്കും ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ പത്മ അവിടെ ഇരുന്നിട്ട് പറയണം, നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയാണ് കേട്ടോ. അന്നേരം ദീപ്തി പറയുന്ന, ഉപദേശമല്ലേ, അതെല്ലാവർക്കും കഴിയും, നിങ്ങളുടെയൊക്കെ കുഴപ്പം അങ്ങനെയാണ്, ഉപദേശിക്കുകയും ചെയ്യും, കുറേ തത്വങ്ങൾ വിളമ്പും, എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ചതിൻ്റെ കണക്കും 10 മാസം ചുമന്നതിൻ്റെ കണക്കൊക്കെ വിളിച്ച് പറയും, അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, തത്വങ്ങൾ വിളമ്പാനോ ഉപദേശിക്കാനോ ഒന്നുമല്ല മോളെ എന്ന് പറയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ്, ലോകത്തിലെ ഒരു പെണ്ണും എടുക്കാത്ത തീരുമാനമാണ് നിൻ്റെ ചേച്ചി വേദ എടുത്തത്. ആ ഒരു തീരുമാനം കാരണം അച്ഛന് എന്തുമാത്രം നാണക്കേടുണ്ടായെന്ന് നിങ്ങളാരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ചേച്ചിയേക്കാളും വലിയ തീരുമാനം എടുത്ത് ചേച്ചിയെ വെട്ടാനാണ് നീ ശ്രമിച്ചത് എന്ന് പറയും കേട്ടോ. നേരെ ദീപ്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടാവും, നിങ്ങൾക്ക് വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെന്നും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അച്ഛനമ്മമാർക്കും ഉണ്ട് സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും. നിങ്ങൾ കുഞ്ഞു തുടങ്ങിയിട്ട് വലുതായി വരുന്നവരെ ഞങ്ങളും കാണുന്നുണ്ട് കുറേ സ്വപ്നങ്ങളൊക്കെ.
പക്ഷേ എന്നിട്ടും സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ രണ്ടുപേരും കാരണം ഈ കുടുംബത്തിന് ഉണ്ടായ നാണക്കേട് ചെറുതങ്ങാനാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദീപ്തിയാണെന്നുണ്ടെങ്കിലും വേദയാണെന്നുണ്ടെങ്കിലും ഒന്നും ഇടാതെ കുമ്പിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഇത് തത്വോപദേശമോ അല്ലെങ്കിൽ ഉപദേശമോ അങ്ങനെയൊന്നും അതൊന്നുമല്ല. പക്ഷേ അച്ഛൻ്റെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്കതറിയാം. അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷെ അതിനൊന്നും അച്ഛൻ നിങ്ങളോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പത്മം പോവുകയാണ് കേട്ടോ. ഇനിയും തിരുത്താനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ ദീപ്തിനെ. വേണ്ട ചേച്ചി, എനിക്കൊരാളുടെ ഉപദേശം വേണ്ട, ഒരു കാര്യവും വേണ്ട. എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ജനിച്ചു തുടങ്ങിയിട്ട് ഓർമ്മ വെച്ചാലും തുടങ്ങിയിട്ട് കേൾക്കുന്നതാണ്, വേദ ചേച്ചിയെ കണ്ടുപിടിക്കും, വേദയെ കണ്ടുപിടിക്കും. ഇവിടെ എവിടെയും സ്ഥാനം എനിക്ക് 2ാം സ്ഥാനമായിരുന്നു. വേദയ്ക്ക് പിന്നിലായിരുന്നു എനിക്ക് എന്നും സ്ഥാനം. എനിക്ക് ഒരു വില തന്നത് എൻ്റെ വരുണാണ്. ആ വരുണയാണ് ചേച്ചിയുടെ ഭർത്താവ് കൊന്നത് എന്ന് പറയും കേട്ടോ. മോളെ, വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല ചേച്ചി, ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കേട്ടോ. ഈ സമയത്ത് വിക്രമിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിനായകന് ചൂടൊക്കെ പിടിച്ചു കൊടുക്കാൻ കേട്ടോ നന്ദിനി. അപ്പോൾ വിനായകൻ പറഞ്ഞു, എന്തൊരു ചൂടുണ്ട് എന്ന് പറഞ്ഞ് ചൂടൊന്നുമല്ല, നല്ലോണം അടിച്ച് പരത്തിയിട്ടുണ്ട്, അതിൻ്റെ ചൂടൊക്കെ കുറവേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചൂടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വട്ടാ വേണമെങ്കിൽ ഒരിത്തിരി തൈലം തേച്ച് ഒന്ന് ചൂട് പിടിച്ചോന്ന് പറയും കേട്ടോ. അപ്പോൾ വേണ്ടടാ, എനിക്ക് വേണ്ടാന്ന് പറയും. അല്ലെങ്കിൽ അടി മുഴുവൻ കിട്ടിയത് എനിക്കാണല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാണെന്നിട്ട് രാഗ വിഷമിക്കുകയാണ്. മാഷെ, ഇനി എങ്ങാനും അയാൾ ഇതുപോലെ വീണ്ടും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യും എന്ന് പറയാം കേട്ടോ. എന്നാലും അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആരെയും കുറ്റം പറയണ്ട. ഇവിടുത്തെ ഇളയ മകനുണ്ടല്ലോ, മൂത്ത മകനും 2ാമത്തെ മകൻ്റെ കുഴപ്പമൊന്നുമല്ല, ഇളയ മകൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കുറ്റം പറയുകയാണ്. അപ്പോൾ മാഷ് കാണുന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാഷ് പറയും, മതി നിർത്ത് പറയട്ടോ. അപ്പോൾ നന്ദിനി പറയാണ്, അതെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഉള്ളത് തന്നെയല്ലേ പറഞ്ഞത്, അവൻ ചെയ്തു വെച്ചതല്ലേ എന്ന് പറയട്ടോ. അല്ലെങ്കിൽ ശ്രീജേടത്തി പറയട്ടോ. അപ്പോൾ ശ്രീജ പറയാണ്, നന്ദിനിയുടെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ വരുണിനെ കൊന്നത് വിക്രമാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളാണെന്ന് പറയട്ടോ. അപ്പോൾ മാഷ് പറയും, മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പലരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ നന്ദിനി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനായകനും ഒന്നും മിണ്ടാതെ നിൽക്കും. അതിന് ശേഷം മാഷ് പറയാണ്, വിക്രമ് തെറ്റ് ചെയ്തിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. അവനൊരു ആപത്ത് സംഭവിച്ചപ്പോൾ എല്ലാ ക്ഷുദ്രജീവികളും കൂടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനിനെ ദേഷ്യത്തോട് നോക്കുകയാണ്. മതി എന്ന് പറഞ്ഞാൽ മതി, ഇനിയിപ്പോൾ അവനെ കുറ്റം പറയാൻ നിൽക്കണ്ട. അവൻ ഈ നാട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ SI ഇതുപോലെ ചെയ്യാനായിട്ട് മുതിരോ? ഇല്ല, ഉറപ്പായിട്ടും മുതിരൂല എന്ന് പറയാൻ കേട്ടോ. അവനിട്ടൊക്കെ കാണായിരുന്നു, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് തന്നെ കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാഷിങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദിനിനെ നോക്കുകയാണേ. ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, അവൻ ഒളിവിൽ നിൽക്കുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അവൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടാവും. അപ്പോൾ വിശ്വം പറയാണ്, അച്ഛാ ഇനിയും അയാൾ വന്നോട്ടെ, SI വരെ പോലീസുകാർ വരെ നമ്മളെ തല്ലിച്ചതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ സത്യം തെളിയുന്നത് വരെ വിക്രം ഒളിഞ്ഞു തന്നെ ഇരിക്കട്ടെ, അതാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന് വിശ്വം പറയട്ടോ. അപ്പോൾ മാഷ് പറയും, ഉറപ്പായിട്ടും വിശ്വം അവൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് അവൻ ആരാണിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ആളെ കണ്ടുപിടിച്ചിട്ടായിരിക്കും അവൻ തിരിച്ചു വരുന്നത്, നോക്കിക്കോ, എനിക്കത് 100% ഉറപ്പുണ്ടെന്നൊക്കെ മാഷ് പറയും കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് റൂമിൽ ചെന്നിട്ട് വിശ്വ ഷർട്ട് മാറ്റുന്ന സമയത്ത് അടിച്ച പാടുകളൊക്കെ കാണുമ്പോൾ ശ്രീജ ആകെ പൊട്ടിക്കരയാണ് കേട്ടോ. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വം അടി കിട്ടിയില്ല എന്ന് പറഞ്ഞതെന്ന് ശ്രീജയ്ക്ക് മനസ്സിലാവണേ. അതിനുശേഷം പിന്നെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് വേദനോട് പറയാണ്, നിന്റെ ഗുണ്ടാ ഭർത്താവും നീയും കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരെയും കൂടിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ച കാര്യം പറയുമ്പോൾ അത് വിക്രമിനെ വിളിച്ച് വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോകണത് അച്ഛനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ പുറത്തിറങ്ങിയിട്ട് മുഖമൊക്കെ മറിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് സാബുവിനെ വഴിയിൽ തടഞ്ഞ് നിർത്തിയ സാബുവിൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ച് നടുവരെ ഒടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ.